നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ അവഗണിക്കുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, അല്ലാതെ ഞാൻ വിടില്ല. ആരവഗണിച്ചു? അതെ വീണ, ശ്രേയയോട് സംസാരിക്കാനും അവളെ ഒഴിവാക്കാനും ഒക്കെ എനിക്കൊരല്പം സമയം വേണം. അല്ലാതെ ഇങ്ങനെ വിളിക്കുകയും മെസ്സേജ് ചെയ്തിട്ട് എന്താ കാര്യം? കള്ളം പറയരുത്. ശ്രേയ ഒഴിവാക്കാൻ വേണ്ടിയാണോ അവൾക്ക് വേണ്ടി റിസോർട്ടിൽ മുറി ബുക്ക് ചെയ്തത്? മറുപടി പറ. ഒരേ സമയം അവളെ എന്നെയും ഒരുപാട് കളിപ്പിക്കാനാ ഉദ്ദേശം അല്ലേ? വെറുതെ വിടില്ല ഞാൻ. വീണ, ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. എനിക്കൊരല്പം സമയം വേണം. എനിക്ക് എന്റേതായ പ്രശ്നങ്ങൾ പലതും ഉണ്ട്. അതിന്റെ ഇടയിൽ വെറുതെ നോ വിപിൻ, വിപിന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോ മാറ്റമുണ്ട് അറിയാലോ. ഞാൻ എന്നെ തന്നെ നിനക്ക് തന്നതാ. അതെല്ലാം നീ എനിക്ക് തന്ന പ്രതീക്ഷ ഉണ്ടാ. നമുക്കിപ്പൊ തന്നെ ശ്രേയയുടെ അടുത്തേക്ക് പോണം. എന്റെ മുന്നിൽ വെച്ച് അവളോട് നടന്നതെല്ലാം തുറന്നു പറയണം. പറഞ്ഞേ പറ്റൂ. എനിക്ക് പറ്റില്ല. എങ്കിൽ ഞാൻ വിടില്ല. മാറി അങ്ങോട്ട്. നീ വെറുതെ പുണ്യവതി ചമയനം നോക്കണ്ട. ചെയ്തതെന്താണെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ മനസ്സിലാവും. അയ്യോ കുട്ടി, എന്താ പറ്റി? കുട്ടി കണ്ണു തുറക്ക്. എന്തു പറ്റി മോളെ? പെട്ടെന്നൊന്ന് തല കറങ്ങിയതാ. ഡോക്ടറെ അടുത്ത് പോണോ? വേണ്ട, എനിക്ക് കിട്ടിപ്പോയാ മതി. ചേട്ടൻ ഒരു വണ്ടി വിളിക്കേ. വീട് വരെ ഞാനും കൂടി വരാം. തനിച്ചു പോകണ്ട. വേണ്ട, ഞാൻ പൊക്കോളാം. പറയുന്നൊന്ന് കേക്കുവച്ചേ. ഈ കുട്ടി വീട്ടിൽ കൊണ്ട് ആക്കി തരും. ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലും സംഭവിച്ചാലോ? വരൂ. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ? വേണ്ട, ഞാൻ കൊണ്ടുചെന്ന് ആക്കിക്കോളാം. വരൂ വരൂ. കാറിന്റെ ശബ്ദം കേൾക്കുമ്പോ മോളായിരിക്കും സ്വീകരിക്കാൻ ഇറങ്ങി വരികയെന്നാ ഞാൻ കരുതിയത്. മോളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ സംഭവിച്ചേനെ. അവൾ അമ്പലത്തിൽ പോയിരിക്കുക. പറ്റാവുന്ന അവസരത്തിലൊന്നും അത് മുടക്കാറില്ല എന്റെ കുട്ടി. അതിനെന്താ, അത് നല്ലതല്ലേ? അല്ലെങ്കിൽ തന്നെ അമ്പലവും ദൈവങ്ങളും ഒക്കെ ആണല്ലോ സുജാതയും നിത്യയും തമ്മിൽ അടുപ്പിച്ചതും ഈ ബന്ധത്തിലേക്ക് നയിച്ചതും. വരൂ. ഇരിക്ക. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ മോള് വരണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തു കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. ഓ, ധാരാളം. അമ്മയാണെങ്കിൽ നിത്യേച്ചിയുടെ വീട്ടില് കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ എന്താ മാർഗം നോക്കിയിരിക്കുക. നിത്യമോളുടെ കാര്യം ഞാൻ എപ്പോഴും ഇവളോടല്ലേ പറയുന്നേ. അതാ. അല്ല, സാറിന് എന്നാ തിരിച്ചു പോണ്ടേ? അയ്യോ, സാറൊന്നും വിളിക്കണ്ട കേട്ടോ. രഘു, അത് തന്നെ ധാരാളം. തിരിച്ചുപോക്കിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. അയ്യോ വീണേ, എന്തു പറ്റി? വഴിയില് ഈ കുട്ടിയൊന്ന് തല കറങ്ങി വീണു. അയ്യോ മോളെ, വീണേ എന്തു പറ്റിയടി? ഒന്നുമില്ല മുത്തശ്ശി, എനിക്കൊന്ന് കിടക്കണം.
രാമകൃഷ്ണനും ഹരിയൊന്നും ഇല്ലല്ലോ ഇവിടെ. നീ ഒന്ന് അവരെ വിളിച്ചേ. അവരെ ഒന്നും വിളിക്കണ്ട. ഇതൊന്ന് കിടന്നാ മാറാവുന്നതേ ഉള്ളൂ. വെയിലത്ത് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ. പിന്നെന്താ ചെയ്യാ? കുട്ടി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെയെന്ന് വെച്ചാ വിളിക്കാട്ടോ. കുഴപ്പമില്ല. താങ്ക്സ് കേട്ടോ. ഞാനൊന്ന് കിടക്കട്ടെ. പനിയൊന്നുമില്ല, വെയിലത്ത് പോയതിന്റെ. കുഴപ്പമില്ല മുത്തശ്ശി. എന്നാ കിടന്നോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വാ മോളെ. മോളെ ഇരിക്കേ. അയ്യോ, എനിക്ക് പോണം മുത്തശ്ശി. പോകാം, ഇവിടെ വരെ വന്നതല്ലേ. ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിയായിരുന്നു. അപ്പോഴാ വീണയെ കണ്ടത്. മോളുടെ പേരെന്താ? നിത്യ. വീട് ഇവിടെ അടുത്താണോ? ഞാനിതുവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. വീട് കുറച്ച് ദൂരെയാ. അച്ഛൻ കുന്നത്ത് സദാനന്ദൻ എന്ന് പറയും. കുന്നത്തുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ആരെ അങ്ങനെ വ്യക്തമായിട്ട് പരിചയമില്ല. ഇവിടെ വേറെ ആരൊക്കെയുള്ളേ? എന്റെ മോനുണ്ട് രാമകൃഷ്ണൻ, വീണയുടെ അച്ഛൻ, പിന്നെ ഹരി. അവൻ എന്റെ മോളുടെ മോനാ. അവന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയതാ. അവന് കൃഷിയാ, നല്ല പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവനാ. ഹരി വന്നിരുന്നെങ്കില് മോളെ അങ്ങോട്ട് കൊണ്ടേ ആക്കി തന്നേനെ. സാരമില്ല, എനിക്കിവിടുന്ന് പോവാവുന്നതേ ഉള്ളൂ. ഞാൻ നാളെ മറ്റന്നാളോ വരാട്ടോ, വീണയുടെ കാര്യങ്ങൾ അറിയാൻ. അങ്ങനെ ആയിക്കോട്ടെ മോളെ. വരുമ്പോ മുത്തശ്ശിക്ക് ഒരു കൂട്ടം കൂടി കൊണ്ടുവരുമോ മോള്? എന്താ? ഇത്തിരി മുറുക്കാനേ. ഉം. ഇവിടെ ഹരിയോട് പറഞ്ഞ അവൻ വാങ്ങിച്ചു തരില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ പാടില്ലെന്ന്. അതാ കാര്യം. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെയാ കൊണ്ടുവരുന്നേ? പേരക്കുട്ടി അത് വിലക്കുന്നുണ്ടെങ്കിലേ മുത്തശ്ശിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ഇപ്പൊ വിലക്കൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനങ്ങ് പോകാറായില്ലേ. അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നേ, ദൈവത്തിന്റെ കയ്യിലല്ലേ. എന്തായാലും ഇവിടെ വിലക്കുള്ളൊരു സാധനം ഞാൻ കൊണ്ടുവരില്ല. മുത്തശ്ശിക്ക് വേറെന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പറ, ഞാൻ കൊണ്ടുവരാം. ശർക്കര പായസം വെക്കാൻ അറിയാവോ? അറിയാം. എന്നാ അത് കുറച്ചുണ്ടാക്കി കൊണ്ടുവന്നാ മതി. ഇത്തിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നെയ്യൊഴിച്ച്. അതും എന്നെ കൊണ്ട് ഇവിടെ തൊടിയിക്കാറില്ലെന്നേ. അത് കുഴപ്പമില്ല, ഒരൊറ്റ ദിവസം ചട്ടം മറികടക്കുന്നോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ കൊണ്ടുതരാം മുത്തശ്ശി. ഇടയില് വീണയൊന്നും നോക്കണം കേട്ടോ. ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ. ഇനി വരുമ്പോ മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം കൂടെ ഇരിക്കണേ. എന്തോ ഒരു മുൻപരിചയമുള്ള ആളെ പോലെ തോന്നുക. അത് എനിക്കും തോന്നുന്നുണ്ട് മുത്തശ്ശി. എന്നാ ശരി, ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോളെ. നല്ല കുട്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.